ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് നല്ല തേങ്ങാപ്പാലൊഴിച്ച് മാങ്ങാപ്പൂളിട്ടിട്ടുള്ള നല്ല തൃശ്ശൂർ സ്റ്റൈലിൽ മീൻ കറിയാണ് വയ്ക്കുന്നത്. നല്ല മീൻ കറിയാണ്. അതെങ്ങനെ ഉണ്ടാക്കണേന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഒരു കഷ്ണം കുടംപുളി, ഒരു ചെറിയ കഷ്ണം കുടംപുളി ഇട്ടേക്കണത് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി ഇല്ലെങ്കിൽ ഒരു സവാളയുടെ പകുതി എടുത്തിട്ട് അരിഞ്ഞിട്ടാലും മതി കേട്ടോ. പിന്നെ ഒരു 3-4 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. നൈസായിട്ട് അരിഞ്ഞതാണ് ഇട്ടേക്കണത്. അതുപോലെ തന്നെ ഒരു പച്ചമുളക്, എരിവുള്ള പച്ചമുളകാണ്, അതിൻ്റെ നടു കീറി ഇട്ടിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞിട്ട് ആ ഇഞ്ചിയാണ് ഇട്ടേക്കണത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളിടാം. മുളക് പൊടി 1.5 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി കുറച്ചിട്ടാൽ മതി. പിന്നെ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കുറച്ചിട്ട്, അതായത് ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് തിരുമ്പണം. അതായത് ഈ ഉള്ളിലത്തെയൊക്കെ വെള്ളം വരണം. അതുപോലെ നന്നായിട്ട് കൈകൊണ്ട് തിരുമ്പണം. ഈ തിരുമ്പിലാണ് ഈ കറിക്ക് ടേസ്റ്റ് കിട്ടുന്നത്. അത് കാരണം നന്നായിട്ട് നമ്മൾ കൈകൊണ്ട് തിരുമ്പണം. തിരുമ്പി കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, മാങ്ങപ്പൂൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ മാങ്ങപ്പൂൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഇതൊന്ന് കൂട്ടി ഇളക്കി മിക്സാക്കാം. നന്നായിട്ട് മാങ്ങപ്പൂളും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മാങ്ങപ്പൂൾ നമ്മൾ കൈ കൊണ്ട് തിരുമ്പി കഴിഞ്ഞിട്ട് മാത്രം ഇട്ടാൽ മതി. അതിന് മുമ്പ് ഇടരുത്. എന്നിട്ട് നമ്മൾ 2ാം പാൽ ഒഴിച്ച് നന്നായിട്ട് ഒഴിച്ച്, അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കാട്ടാ. ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. നന്നായിട്ട് ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വയ്ക്കുക. 2ാം പാലാണ് ഒഴിച്ചേക്കുന്നത്. എന്നിട്ട് തിളയ്ക്കണം. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങളിടാം. ഇത് ഞാൻ നെയ്മീനാണ് ഇട്ടേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് മീനുണ്ടെങ്കിലും ഇടാട്ടാ. എൻ്റെ കയ്യിൽ നെയ്മീൻ ഉള്ളതുകൊണ്ടാണ് നെയ്മീൻ ഇട്ടേക്കണേ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് ഇത് നന്നായിട്ട് തിളച്ച് വരണ വരെ ഒരു 10 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഈ മീൻ കറി. കണ്ടില്ലേ, ഇപ്പം ഈ കുടംപുളിയിൽ നിന്ന് കുറച്ച് പുളി ഇറങ്ങിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ മാങ്ങപ്പൂളില്ലേ, ഈ മാങ്ങയുടെ ഇന്നും പുളി ഇറങ്ങിയിട്ട് രണ്ടും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു കറിയായിട്ട് വരും. എന്നിട്ട് ഒന്നും കൂടി നമ്മൾ അടച്ച് വെച്ച് വീണ്ടും ഒരു 5 മിനിറ്റ് നേരം കൂടി കഴിഞ്ഞു. എന്നിട്ട് തുറന്ന് നോക്കി. അപ്പം നന്നായിട്ട് കറി റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഈ സമയത്ത് ഉപ്പോ എരിവോ ഒക്കെ നോക്കാട്ടെ. നമുക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തീ ഓഫ് ചെയ്തിട്ട് തനിപ്പാലൊഴിക്കുക. തീ ഓഫ് ചെയ്തിട്ടാണ് തനിപ്പാലൊഴിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോവും. ചട്ടിക്ക് നല്ല ചൂടാണ്. അത് കാരണമാണ് തീ ഓഫ് ചെയ്തിട്ട് തനിപ്പാലൊഴിക്കാൻ പറയണത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ചീനച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ചുവന്നുള്ളിയും അരിഞ്ഞു കൊടുക്കാം. കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇതൊരുവിധം മൂത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യണം. ഇത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് ആ ചൂടിൽ തന്നെ കുറച്ച് മുളക് പൊടി ഇടുക. അപ്പോൾ കറിക്ക് നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കുറച്ച് മുളക് പൊടി ഇടണത്. ആ ചട്ടിയുടെ ചൂടിൽ അത് മൊരിഞ്ഞോളും. എന്നിട്ട് നമുക്ക് ഈ മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ മീൻ കറിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഒന്ന് ചിറ്റിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് ഞങ്ങളുടെ അവിടെ തൃശ്ശൂർ സ്റ്റൈലിലൊക്കെ ഇങ്ങനെയാണ് മീൻ കറി വയ്ക്കുക. അപ്പോൾ എല്ലാവരും ഈ കറി ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റാണ്. കുടംപുളി ഇടാൻ മറക്കരുതേ.